പെരുന്നാൾ പള്ളിക്ക് പോയിട്ട് വരാം അല്ലേ ചേട്ടാ? ആണോ? ഈദായിട്ട് സർപ്രൈസ് ഉണ്ടോ? ബാക്കിയുള്ള മക്കളോടെയൊക്കെ ആലോചിച്ച് ഇമോഷണൽ ആയിരുന്നോട്ടോ ഗൈസ്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അങ്ങനെ ഇതാ നോമ്പും പെരുന്നാളും ഒക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലെല്ലാം കഴിഞ്ഞു പോയില്ലേ. രണ്ടുമൂന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന ദിവസമൊക്കെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് മര്യാദക്ക് വ്ലോഗ് എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ തന്നെ ഈവനിങ് ആണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്തപ്പം അവൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നിന്നാകുമ്പോൾ അവൾക്ക് ട്രെയിനിൽ പോവാമല്ലോ കോഴിക്കോടേക്ക്. അങ്ങനെ 2 ദിവസം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. 5 കിലോ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നോമ്പുറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഒരു ലൈറ്റ് റൂം ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മിററിൻ്റെ ഒക്കെ ഷോപ്പ് ഉള്ളത്. എല്ലാ ടൈപ്പ് മിറേഴ്സും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ ലെങ്ത് ഉള്ള ഒരു സ്റ്റാൻഡുള്ള മിറർ വാങ്ങിക്കണമെന്ന്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഷോർട്സിലൊക്കെ ഞാനിത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മിറേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാൾ ഡെക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പെരുന്നാൾ അവരായതുകൊണ്ട് പിന്നെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ആ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പത്തിരി, ബീഫ്, അതുപോലെ ചിക്കൻ മന്തി ഒക്കെ ഉണ്ടായിരുന്നു ഫുഡിനായിട്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം റേന നന്നായിട്ട് മെഹന്തി ഇടും. ഇത് പിന്നെ ഓർഗാനിക് ഹെന്നയല്ലേ. അപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഇട്ടാലാണ് നല്ല ആ ഒരു സ്റ്റെയിൻ വരിക. അപ്പോൾ എന്തായാലും അവൾ ഇട്ടുതരാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അതാ ഇട്ടുകൊണ്ടിരിക്കുകയായി. അവൾക്ക് ഏത് ഡിസൈനും ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി, അവൾ അതുപോലെ ഇടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ 28ാമത്തെ നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഫുൾ നോമ്പ് ഉണ്ടാവും, 30 നോമ്പ് ഉണ്ടാവും എന്നൊരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റെന നാളെയും വരും. അപ്പോൾ നാളെ നമുക്ക് പുറത്തൊക്കെ പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നല്ലേ റെനമോൾ വന്നിട്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ നല്ല വിളിച്ചതിൻ്റെ പ്രശ്നം എടുക്കുന്നത് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. ഇപ്പം ഞാനും ഇന്ന് രാവിലെ കുറേ ഓരോ വർക്കിനൊക്കെ ആയിട്ട് പോയിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് നോമ്പ് വന്നു പിന്നെ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മളെ കൊണ്ട് മൈലാഞ്ചി ഇടിയിപ്പിച്ചത് ഇതാ ഇങ്ങനെ മൈലാഞ്ചി അടിപൊളിയായി ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവനാണെങ്കിൽ നാളെ എക്സാം ഉണ്ട്. അതുപോലെ അവൾക്ക് രാവിലെയാണ് ട്രെയിനുള്ളത്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് പോകണം. അപ്പോൾ ഞങ്ങൾ രാത്രി എന്താ പറയുക അത്താഴത്തിന് ഇനി ആ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും ചിലപ്പോൾ നേരം വൈകും. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു 1-2 മണിയായിപ്പോൾ 2 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അല്ലേ. മൈലാഞ്ചിയൊക്കെ ഫോക്കസ് ആകുന്നുണ്ട്. ഓക്കെ, അതാ നല്ല അടിപൊളി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത്താഴം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പം എനിക്ക് പത്തിരി ബീഫും കഴിക്കാമെന്ന് വിചാരിച്ച്. നീ എന്നാ ഇത് കഴിച്ചോ? മന്തി വിളമ്പിക്കോ. ഭയങ്കര ക്ഷീണം കേട്ടോ ഗൈസ്. ബൂസ്റ്റ് ഉണ്ടാക്കട്ടെ, അങ്ങനെയല്ലേ കുറച്ച് ജീവൻ നോക്കട്ടെ. ഭയങ്കര ക്ഷീണം. മന്തി നേരത്തെ കഴിച്ചൊരു മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി കഴിക്കണമെന്നുണ്ട്.
ഫേസ് വാഷ് ചെയ്തപ്പോൾ റെനൻ്റെ കൺവശിയുടെ പെനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല, അതാണ് ഞാൻ കുറച്ച് ബ്ലറാക്കിയത്. ഇനി അവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട. അങ്ങനെ നെക്സ്റ്റ് ഡേ അവൾ വീണ്ടും കാലിക്കറ്റിലേക്ക് പോവാണ്. ഇന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. നാളെ പെരുന്നാളാവല്ലേ എന്നാണ് ഞങ്ങളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഒരു ദിവസം കൂടി കിട്ടിയാൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിൽ എക്സാംസിൻ്റെ തിരക്കിലാണ്. അസൂക്കും ഇസൂക്കും അവർക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഒരു ദിവസം നൈറ്റൊക്കെ പോയിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ ബീഫ് കൊണ്ട് ഇറച്ചി വടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് റെനൻ്റെ ട്രെയിന് കുറച്ച് ലേറ്റായി. അവൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കുമ്പോഴത്തേനും ട്രെയിനിൽ നിന്നാണ് നോമ്പൊക്കെ തുറന്നത്. ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ TV വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പെരുന്നാളാവോ എന്ന് ഓർത്തിട്ട് പിന്നെ പെരുന്നാളായി. സത്യം പറഞ്ഞാൽ പെരുന്നാളാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അയ്യോ കുറേ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ഓർക്കും. അപ്പോൾ റെന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവളുടെ കൂടെ പുറത്ത് പോകാൻ ഒന്നിനും പറ്റിയില്ല. കാരണം നെക്സ്റ്റ് ഡേ പെരുന്നാളല്ലേ. ഇപ്പോൾ ബ്രദറിലോയും മിനിയും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് പെരുന്നാളാവുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ കൂടി അങ്ങനെ കൂടി ഉണ്ടാവും. അങ്ങനെ ആയിട്ടിതാ ഞാൻ മങ്കട വീട്ടിലേക്ക് പോവാണ്. അന്ന് പിന്നെ റെന അവിടെ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ അവൾ ഇവിടുന്ന് കണ്ണൂർക്ക് പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 മണിയായി ഞങ്ങൾ മങ്കട വീട്ടിലെത്തിയപ്പോൾ. റെഡ് കളറായി മങ്കടയിലെത്തി. അപ്പം നിതനെയും കുട്ടികളൊക്കെ കാണാൻ ഇറങ്ങണം. ഉമ്മച്ചി ഉറങ്ങണ്ടാവും. നിതനെയും കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അവിടെ മൈലാഞ്ചി ഇരുന്ന് തിരക്കാം. നീ ഞങ്ങളൊക്കെ പോയി കിടക്കണേ വേണ്ട, നീ അവിടെ വീഴുന്നതാക്കാൻ വേണ്ടി. ഉമ്മച്ചിപ്പി ഉറങ്ങാണ്. അവരെ വിളിക്കുന്നില്ല. പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര മിസ്സിങ്. കാരണം കുഞ്ചൂസ് ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. അവൾ ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിഷയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 3-3:30 കിടന്നപ്പോൾ 6 മണിക്ക് അപ്പം തന്നെ എണീക്കുകയും ചെയ്തു. കാരണം എന്താ, നമുക്ക് പെരുന്നാൾ പള്ളി ഉണ്ട്. അപ്പോൾ 7 മണിക്കെങ്കിലും പള്ളിയിൽ എത്തണം. പള്ളി നമുക്ക് തൊട്ട് അടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് രാവിലെ. അത് ഭയങ്കര ഹറിബറി ആയിരിക്കും. അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനും എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് കിടക്കുമ്പോഴത്തേന് ഈ സമയമാവും. പക്ഷെ എത്ര ഹറിബറിയാന്ന് പറഞ്ഞാലും അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ പട്ടാമ്പി വീട്ടിൽ നമ്മൾ സുന്നികളാണല്ലോ. അപ്പം ഇങ്ങനെ പള്ളി പോകുന്നില്ല. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പള്ളി പോകാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് പെരുന്നാൾ പള്ളി. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ആ രാവിലെ എണീക്കലും ഒരുങ്ങലും പോവലും ആ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. അത് ഉറങ്ങിയേച്ച് കാരണം അതിൽ ഉറങ്ങിയിട്ടില്ല. നല്ല ആസ് യൂഷ്വൽ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരാം. ഇത് പിന്നെ അത്യാവശ്യം ഫുൾ സ്ലീവൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഷാൾ ഇങ്ങനെ ഇടും. അപ്പോൾ അബായ കൊണ്ടുപോകണില്ല. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ പള്ളിക്ക് പോയിട്ട് വരാം. ലേസിട്ട് ഓക്കെ. അപ്പോഴേ വന്നിട്ട് ഡ്രസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേഗം പള്ളിയിൽ പോട്ടെ. എല്ലാവരും ഒരുങ്ങി വന്നിട്ടുണ്ട്. ഓരോ അപ്പത്തിന് നമുക്ക് പോയാലോ. മുല്ലി റോസൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്. പോവാം നമുക്ക്. വാ, ഞങ്ങൾ പോട്ടെ. അസും കുട്ടികളൊക്കെ പോയി. പിന്നെ അത് കുറച്ച് ജാക്കറ്റ് ടൈപ്പ്. അതിങ്ങനെ ഇറക്കം വെറും മാത്രമല്ല ഉറക്കം കൊണ്ട് സെറ്റ് ആവുന്നത്. ഭയ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി. അങ്ങനെ പാഷീസൊക്കെ വന്ന് അത് അല്ല, ഞങ്ങൾ ഇനി പള്ളിയിൽ നിന്നൊക്കെ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫോട്ടോ സെഷനാണ്. അടുത്ത ഫോട്ടോ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സ്മൈൽ ചെയ്താ. എല്ലാവരും രസമുണ്ട്. പാൻറ്റൊക്കെ ഇട്ടാവും. ഷർട്ട് രസമുണ്ട്. ഇത് റെഡിമെയ്ഡ് എടുത്താ? റെഡിമെയ്ഡാ ആണോ? രസമുണ്ട്. നന്നോളി ഗൈസ്. ഓക്കെ, അടുത്ത ഫാമിലി കപ്പിൾസ് ആകെപ്പാടുണ്ട്. എന്തിയെന്നറിയോ, നിഷയുടെ അടുത്ത് പറഞ്ഞിട്ട് നിഷ ആദ്യം ഉമ്മാൻ്റെ തന്നെ ഫോട്ടോ എടുത്ത് അപ്പോൾ വേണം വരാൻ. ഈദായിട്ടൊരു സർപ്രൈസ് ഉണ്ട്. ആ, ഇത് അവൻ്റെ വകമ്മച്ചിക്കും ഒപ്പാക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സും അതുപോലെ റീലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഇത് കാണാം. ഞാനപ്പോൾ ആ സീന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇട്ടതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സന്തോഷമായോ? നവാസിന്റെ വകയുള്ള സർപ്രൈസാണ് രണ്ടുപേർക്കും.
എല്ലാരും വരി അതെ ഇമോഷണൽ ആയ അപ്പത്തിനും അമ്മച്ചി ഇമോഷണൽ ആയ അപ്പത്തിനോ അമ്മച്ചി ബാക്കിയുള്ള മക്കളെ കൂടെ ഒക്കെ ആലോചിച്ച് ഇമോഷണൽ ആയതോട്ടോ ഗൈസ്. പിന്നെ എൻ്റെ ചുരിദാർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ല, ഞാൻ ഇടുന്ന ഒരു പാറ്റേണേ അല്ല. പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് കടയിലൊന്നും പോകാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. പോയ ഷോപ്പിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉള്ളതിൽ ഏറ്റവും നല്ലതായി എടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ഇത് ഫോട്ടോഷൂട്ടും കഴിഞ്ഞു കേട്ടോ. ഇനി ചായ കുടിക്കാൻ പോട്ടെ. നല്ല പുട്ടും കടലക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ബിരിയാണി ഇപ്പോൾ 1-2 വർഷമായിട്ട് ഞങ്ങൾ വാങ്ങിക്കാറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ ഒക്കെ ഫോട്ടോസ് എടുക്കും വേണം. ഇക്കാക്കാണെങ്കിലും ഷെഫിക്കാണെങ്കിലും അവർക്കൊക്കെ അയക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി ഒക്കെ ഞങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഈ മക്കളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ തന്നെ നല്ല പണിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കലും കൂടി നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ പെരുന്നാളിന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് ഡ്രസ്സ്. എനിക്ക് എംബ്രോയിഡറിനേക്കാളൊക്കെ ഇഷ്ടം ത്രെഡ് വർക്കിനൊക്കെ ഇഷ്ടം കുറച്ച് ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ഹാൻഡ് വർക്കുള്ളൊരു ചുരിദാർ അത്രത്തന്നുള്ളൂ, വലിയൊരു പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മുഖം ആകെ ക്ഷീണിച്ച് വാടിയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഇനി പുട്ടൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇന്ന് വേറെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, പോയിട്ട് ഫോട്ടോ കിട്ടിയോ? ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. പുട്ടൊക്കെ കഴിച്ചു വന്നിട്ട് പിന്നെ ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. ഒരു റീൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇതാ വന്ന് ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ചും നല്ല ബീഫ് ബിരിയാണിയാണ്, പിന്നെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു. ആ ബിരിയാണിയും പായസം അങ്ങോട്ട് കഴിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഉറങ്ങല്ല, പിന്നെ ബോധം കിട ചെയ്തേ. വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് ഇക്കാക്കൊക്കെ ഒന്ന് വിളിച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉറങ്ങിയൊരുറക്കം. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 o'clock എണീറ്റത്. പിന്നെ മഗ്‌രിബിന് ശേഷം ഞങ്ങളുടെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോകാനാണ് പിള്ളേരൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ ചെറിയ സ്കൂളുണ്ട്. ആ സ്കൂളിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്, ഇങ്ങനെ പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വെള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ പെരുന്നാളിന് നല്ല ബിരിയാണിയും പായസമൊക്കെ കഴിച്ചിട്ട് ഉറക്കം നല്ല ബോധം കെട്ട് വീണിരിക്കുന്നു അല്ലേ? എല്ലാവരും ബോധം കെട്ടു. നീ ബോധം കെട്ടില്ല, അവൾ ആദ്യം ബോധം കെട്ടു. പിന്നെ അപ്പോൾ ഞങ്ങള് ലേഡീസ് ഒക്കെ ബോധം കെട്ടിക്കുന്നു. ഞങ്ങളിപ്പോൾ എണീറ്റു. ഞങ്ങൾക്ക് ഇവിടെ ഈദിന് ഞങ്ങളുടെ നാട്ടിലൊരു ഈദ് മിലാൻ എന്ന് പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രൗണ്ടിൽ, സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോളും പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ചെറിയ കുട്ടികളെ ഫുട്ബോളും ഉണ്ട്, വലിയ ആൾക്കാരെ ഫുട്ബോളും ഉണ്ട്. ഫുട്ബോളിന്റെ കുട്ടികളുടെ ഇവരെ അബ്ബന്റെ ഫുട്ബോൾ ഉണ്ട് അല്ലേ? ഓ, ഇനി 2 എക്സാം കൂടെ ഉള്ളൂ. 2 എക്സാംസ് കഴിഞ്ഞാൽ പിന്നെ കുറെ 1 month ഞങ്ങളിവിടെ വെക്കേഷൻ. ഫേവറേറ്റ്. അപ്പൊ അതുകൊണ്ട് മിസുക്ക് അസുവിനെ മിസ് ചെയ്യുന്നത് സങ്കടമാണ് അല്ലേ? ഞങ്ങൾ സ്കൂള് കൂട്ടിയിട്ട് വെക്കേഷൻ വരും കേട്ടോ. എപ്പൊ ഞങ്ങള് പോകുമ്പോഴും ഫുള്ള് കരച്ചിലാക്കരുത്. മോന്റെ പയ്യെ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ മുട്ടിപ്പാട്ട് ഇവിടെ നിന്ന് തുടങ്ങുമോ? ഞങ്ങൾ പിന്നാമ്പുറം വഴിയാണ് പോകുന്നത്. അവിടെ പാട്ടൊക്കെ തുടങ്ങിക്കണം കേട്ടോ. ഞങ്ങൾ ചാടി ചാടി പോട്ടെ. പാട്ടൊക്കെ കേട്ടോ. മുട്ടിപ്പാട്ടാണ് അതാ. ഓക്കെ, എല്ലാവരും ആണല്ലേ? അടുത്തായിട്ട് നമുക്ക് ഒരു പൂരമായി കൂട്ടിച്ചാലോ?
കാന്ത അറിയാം എല്ലാവർക്കും. ഈദ് മിലാൻ നൈറ്റ് 2K26 നാം ഉള്ളത്. ഈ പ്രോഗ്രാം ഇന്ന് നമ്മൾക്ക് വേണ്ടി നെടുന്തൂണുകളായിട്ടുള്ള നമ്മുടെ വാൾ അവാർഡുകൾ പിന്നെ നമുക്ക് വിഷയമല്ല, എപ്പോഴും കിട്ടുന്നത് അവാർഡൊക്കെ മേടിച്ചോണ്ടിരിക്കാൻ നമ്മളൊക്കെ സലാം. നല്ല രസമുണ്ട്. പെട്ടെന്നുള്ളൊരു മരണം മൂലം ഞങ്ങളുടെ പരിപാടി ഫുട്ബോൾ ഇല്ല കേട്ടോ. മറ്റേത് കളി ഉണ്ടായിരുന്നു, കളിയും കൂടി കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ അപ്പുറത്തൊരു മരണം സംഭവിച്ചേ. അപ്പം പിന്നെ കളിയില്ല, പാട്ട് പാടി വൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾ കടൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇതാട്ടോ ഞങ്ങളുടെ വീട്, തൊട്ടപ്പുറത്തുള്ള കട. അപ്പോൾ പോണായിക്കോട്ടെ അവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാണല്ലേ. ഞങ്ങളെ ഞങ്ങൾ ആരും കാണാതെ കുടിക്കേണ്ട ഒരു വ്ളോഗ് എടുക്കുക, ആരും കാണുന്നതൊക്കെ പറഞ്ഞിട്ട്. മിനിക്ക് ഞങ്ങളൊരു 7 വാങ്ങാം. അപ്പോൾ ഞങ്ങളൊരു ജീരക സോഡ കുടിച്ചു. കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ച് ലേസും, മിനിക്കൊരു 7 വാങ്ങി. മിനി ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കല്ലേ. അപ്പോൾ തന്നെ വേണ്ടല്ലോ, ഇന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണിയും പായസം കുടിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആര് ഒക്കെ റൂമിലുണ്ടാവും. കൊടുത്തപ്പോൾ കൊടുക്കാം. എന്താ ഇരുട്ടത്തുള്ള കളി? ഓ, ഇവിടെ വേറെന്തൊക്കെ ടോയ്സ് ഉണ്ട്. ആ, ഇത് രസമുണ്ട് കേട്ടാ. ഇതാരെ മേടിച്ചു? കൊള്ളാം. ഇരുട്ടാണ് കമ്പനി. ഇരുട്ട് മതി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഓക്കെ, ഞങ്ങൾ ചോറ് കഴിക്കട്ടെ ഗായ്സ്. അങ്ങനെ പിന്നെയും കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ. നമ്മൾ ഉച്ചക്കത്തെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ഹാളാണ്. എന്താ പറയുക, എവിടെ പോയി വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ ക്ഷീണിച്ച് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ചിലപ്പോൾ 2-3 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ ഇത് അവസാനം ഒരു ഫയർ വർക്സോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ ഈദ് അവസാനിച്ചു കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ വീട്ടിലെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പട്ടാമ്പിയിൽ പോയത്. അവിടുത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫയർ വർക്ക്സും കഴിഞ്ഞ് പിള്ളേരൊക്കെ അന്ന് എൻ്റെ കൂടെയാണ് കിടന്നത്. എല്ലാവർക്കും ബാബിമമ്മ തന്നെ വിളിക്കുക, ബാബിമമ്മയുടെ കൂടെ കിടക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത്. ഞങ്ങളുടെ ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ രാത്രിയും എല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരാം. ബൈ.